ഹലോ മക്കളെ, എല്ലാവരും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് പോയിട്ടുള്ള പ്രിപ്പറേഷൻ അതിഗംഭീരമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് 2025 ഫെബ്രുവരി മാസമായിരിക്കും ക്ലാസ് 10 CBSE ബോർഡ് എക്സാം നടക്കാൻ വേണ്ടി പോകണം. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ആഫ്റ്റർ ഫെബ്രുവരി 15th. ഫെബ്രുവരി 15th ശേഷമായിരിക്കും നിങ്ങളുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഉണ്ടാവുക. സോ ഒരുപാട് സമയം ബാക്കിയുണ്ട്, ഒരുപാട് സമയം. നമുക്ക് ഏകദേശം ഒരു 10 months നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ കാണുന്ന സമയം നമ്മൾ ഗംഭീരമായിട്ട് ഉപയോഗിക്കണം. എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താലാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്ന ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഉറപ്പാണ് എല്ലാവരുടെയും ലക്ഷ്യം ഫുൾ മാർക്കായിരിക്കും. ഒരിക്കലും ഒരാളും എനിക്ക് B ഗ്രേഡ് വേണം, B1 വേണം, എനിക്ക് A2 വേണം, എനിക്ക് A1 വേണം, അങ്ങനെ അല്ല സ്വപ്നം കാണുക. സ്വപ്നം കാണുമ്പോൾ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഫുൾ മാർക്ക് തന്നെയാണ്. ഒരിക്കലും 90% അടിക്കണം എന്നല്ല, ഫുൾ മാർക്ക് വാങ്ങണം. മക്കളെ എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. സയൻസിലും മാത്സിലും സോഷ്യലും എല്ലാം തന്നെ വളരെ കൂളായിട്ട് നമുക്ക് ഫുൾ മാർക്ക് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് എന്ന് പറഞ്ഞ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക, അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി പോകും. സോ എല്ലാവരും ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കാണുക. 100% ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക. നമ്മൾക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ പോകുന്ന മക്കളെ, ദി മന്ത്ര ഫുൾ മാർക്കിനുള്ള മന്ത്ര, ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട്. ഒബ്വിയസ്ലി സ്മാർട്ട് വർക്ക് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടില്ല. ഹാർഡ് വർക്ക് മാത്രമാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. ഹാർഡ് വർക്കിന്റെയും സ്മാർട്ട് വർക്കിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാം. സോ ഒബ്വിയസ്ലി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പഠിക്കണം. നമ്മൾ പഠിക്കണം. വി ഷുഡ് സ്റ്റഡി. ഒരുപാട് സമയമുണ്ടല്ലോ, ഞാൻ പതുക്കെ പഠിച്ചാൽ പോരെ, ഇപ്പോൾ കുറച്ച് സമയം കളിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് പഠിക്കട്ടെ എന്നെല്ലാവരും ചിന്തിക്കും. അങ്ങനെ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഈ നിമിഷം നമ്മൾ നിൽക്കുന്നത്. കാരണം ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ക്ലാസ് 11ലേക്ക് പ്രവേശിക്കുക. സോ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ മാർക്കിന് അത്രമേൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറ് ആവണം. അങ്ങനെ ചുമ്മാ ഹാർഡ് വർക്ക് തയ്യാറാണ്, ഞാൻ അംഗീകരിച്ചു, ഞാൻ തയ്യാറാണ്. പക്ഷേ എങ്ങനെ ചെയ്യണം? വെറുതെ ഒരുപാട് നേരം ഇത് പഠിച്ചു അതുകൊണ്ട് മാത്രം ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല. സോ എങ്ങനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നോക്കുക, ഓരോ പോയിന്റ്സ്. ഇറ്റ്സ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഡെയിലി ക്ലാസ്സുകൾക്കാണ്, അതായത് ഡെയിലി പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റയ്ക്ക് പഠിക്കാൻ തൽക്കാലം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഡെയിലി ക്ലാസ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കണ്ടാലും മതി. ഓക്കെ, എല്ലാവരും തന്നെ സ്കൂളിൽ പോയി പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പറയില്ല. നിങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണാം. അങ്ങനെ ലൈവ് ക്ലാസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കുട്ടി ആ ഒരു ഭാഗം കംപ്ലീറ്റ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ലാസ് കഴിയുന്നു, ആ ഭാഗം പഠിക്കുന്നു, അന്ന് തന്നെ പഠിക്കുന്നു. ഒരിക്കലും നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കുന്നില്ല, അന്ന് തന്നെ പഠിച്ചു. പഠിക്കുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, ദാറ്റ്സ് ദി കീ, സെൽഫ് നോട്ട്സ്. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പറയുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം കുറച്ച് സെൽഫ് നോട്ടാക്കി എഴുതിയെടുക്കാം. ഇപ്പോൾ സൈലത്തിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് എത്തിക്കുന്നുണ്ട്. അതായത് ഒരു ചാപ്റ്റർ നമ്മളൊരു 3-4 pages ആക്കി മാത്രം ഉൾപ്പെടുത്തുന്ന, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു PDF ഞങ്ങളുടെ മക്കൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ അങ്ങനെ ഇല്ലാത്തവർ എന്ത് ചെയ്യണം? അങ്ങനെ ഇല്ലാത്തവർ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ക്ലാസ് കാണുമ്പോൾ അതിന്റെ സെൽഫ് നോട്ട് ഉണ്ടാക്കണം. സെൽഫ് നോട്ട് ഉണ്ടാക്കി സെൽഫായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണം. നിർബന്ധമായിട്ടും ആ ക്വസ്റ്റ്യൻസും ആ കോൺസെപ്റ്റും എല്ലാ മക്കളും പഠിച്ചെടുക്കണം. ഇതിന് പുറമെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഗുഡ്. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കാണുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ഒരിക്കലും NCERT ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഒരു വിദ്യാർത്ഥി ചെയ്യണ്ടേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. കാരണം മാത്സിനകത്ത് NCERT ബുക്കിലെ അതേ ചോദ്യങ്ങൾ അല്ല CBSE ബോർഡ് എക്സാമിന് ചോദിക്കാറെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും NCERT ബുക്ക് പഠിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത്. സോ നമ്മൾ എവിടെ നിന്ന് പഠിക്കണം? അല്ലെങ്കിൽ എക്സാമിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ സാധിക്കും.
എക്സാമിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ മക്കളും നിർബന്ധമായിട്ടും ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ PYQ which means പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. അതായത് ഒരു ചാപ്റ്റർ പഠിച്ചു ആ ചാപ്റ്ററിന്റെ PYQs നമ്മൾ ചെയ്യുന്നു. എത്ര രസ അല്ലെ? അതായത് എക്സാമിന് മുൻ വർഷങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യവും ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മുന്നോട്ട് അടുത്ത പാഠത്തിലേക്ക് പോകുന്നത്. സോ മാത്സിനകത്ത് നിങ്ങൾ റിയൽ നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് പഠിച്ചു കഴിയണമെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ചാപ്റ്ററിലെ NCERT ക്വസ്റ്റ്യൻസ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞില്ല. ആ കാണുന്ന കംപ്ലീറ്റ് ചാപ്റ്ററിന് ആ കാണുന്ന റിയൽ നമ്പേഴ്സിനകത്തുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ചാപ്റ്റർ വൈസ് PYQ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇതാ മുന്നോട്ട് പോകുമ്പോൾ അതും പോരാ, ഇനിയും വേണം. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുന്നത് നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോഴാണ്. അതായത് ഞാൻ കുറെ പഠിച്ചു കുറെ സമയം പഠിച്ചു എന്ന് കരുതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഉറപ്പ് പറയാൻ പറ്റും. എപ്പോഴാണ് ഉറപ്പ് പറയാൻ പറ്റുക? നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമ്പോൾ, നമുക്കത് പേപ്പറിനകത്ത് എക്സാമിനകത്ത് എഴുതാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് പറയാൻ വേണ്ടി സാധിക്കുക യെസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ചാപ്റ്ററിന്റെ എക്സാമിനേഷൻ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. റെഗുലർ ടെസ്റ്റ് which means ഒരു എക്സാം കഴിയുന്നു, ഒരു ചാപ്റ്റർ കഴിയുന്നു, ആ ചാപ്റ്ററിന്റെ എക്സാം എല്ലാ മക്കളും എഴുതിയിരിക്കണം. അത് സ്കൂളിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സൈലത്തിനകത്ത് ആപ്പിനകത്ത് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ എക്സാം എഴുതിയിരിക്കണം. അത് CBSE ബോർഡ് എക്സാം എങ്ങനെയാണോ അതേ പാറ്റേൺ ഉള്ള എക്സാം തന്നെ വേണം എഴുതണം. അതായത് MCQs വേണം, 2 മാർക്ക് വേണം, 3 മാർക്ക് വേണം, കേസ് സ്റ്റഡി വേണം, എല്ലാത്തിന്റെയും ഒരു പാക്ക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ വേണം എന്റെ മക്കൾ എല്ലാവരും തന്നെ എഴുതുവാൻ വേണ്ടി ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ. ഇപ്പോൾ പറയാം യെസ് വി ആർ ഡൺ. അതായത് നമ്മൾ ആദ്യം ക്ലാസ് കേട്ടു, ക്ലാസ് കേട്ടതാണ് നോട്ട്സ് എഴുതിയെടുത്തു, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. NCERT ബുക്കും ക്ലാസ്സിലത്തെ നോട്ട്സിനകത്തുള്ള എല്ലാ കാര്യവും പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മൾ അത്രമേൽ തറവായി കഴിഞ്ഞു. അവസാനം ഒരു എക്സാമും കൂടി, ഗംഭീരം. ഇനി നിങ്ങൾ ആവശ്യമില്ല ആ ചാപ്റ്റർ നിങ്ങൾ എന്താണ് ഇനി മറച്ചു നോക്കേണ്ടത് നാളെ മറ്റന്നാളല്ല, കുറച്ച് നാൾക്ക് ശേഷം എന്താണ് റിവിഷന് വേണ്ടി ആ ചാപ്റ്റർ മറച്ചു നോക്കണം. ഞാൻ വേണമെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ചാപ്റ്റർ വൈസ് എക്സാമിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം എന്താണ് നിങ്ങൾക്ക് സ്കൂളിൽ ടേം എക്സാം, ഫസ്റ്റ് ടേം എക്സാം എന്ന് പറയും. ടേം എക്സാം എല്ലാ മക്കളും അത്രമേൽ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതായത് ടേം എക്സാം എന്താണ് നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കണം. നിർബന്ധമായിട്ടും റിവിഷന് വേണ്ടി മാത്രമാണ് ഏതൊരു വിദ്യാർത്ഥിയും ടേം എക്സാം യൂസ് ചെയ്യേണ്ടത്. ഒരാളും ടേം എക്സാം വരുന്നുണ്ട് ഇനി പഠിച്ചു തുടങ്ങാം, അങ്ങനെയല്ല, അതല്ല വേണ്ടേ. നിങ്ങൾ പഠിച്ചെല്ലാം കഴിഞ്ഞു, ടേം എക്സാം വരുമ്പോൾ ഫ്രം ദി സ്ക്രാച്ച് നമ്മൾ ഒന്നും കൂടി നമ്മുടെ സെൽഫ് നോട്ട്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സൈലം തരുന്ന നോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് റിവൈസ് ചെയ്യാം. സൈലത്തിന്റെ നോട്ടിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതാണ്. സോ സൈലം നോട്ട് എങ്ങനെയായിരിക്കും നിൽക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് ഭാവിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ടോപ്പിക്കും ഓരോ ക്വസ്റ്റ്യൻസ് എന്റെ അണ്ടറിൽ വന്ന് അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സൈലം നിങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയത്. സോ എല്ലാവർക്കും എന്താണ് അത് കാണുന്ന ഒരു വീഡിയോ ഞാൻ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. സോ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ നിങ്ങൾ ടേം എക്സാമിന് വരുമ്പോൾ നിങ്ങളുടെ സെൽഫ് നോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ വീഡിയോ ലെക്ചറിൽ പോവുക, ആ ക്വസ്റ്റ്യൻ മാത്രം പരിശോധിക്കാം. കാരണം മനുഷ്യനാണ് മറക്കണം. പക്ഷേ മറന്നത് മറന്നു വിട്ടോളയാം, അങ്ങനെയല്ല. ഒരു ഭാഗം മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരെ തന്നെ വീഡിയോ ലെക്ചറിൽ പോയിട്ട് നോക്കണം. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് ഞാൻ മറന്നത്, ഏത് സ്റ്റെപ്പാണ് എനിക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കാഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആ കാണുന്ന കോൺസെപ്റ്റും കൂടി തറവാക്കി നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകണം. അങ്ങനെ എല്ലാ ചാപ്റ്ററിലെയും എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതിലത്തെ കീ ആണ് മക്കളെ റിവിഷൻ. ഇറ്റ്സ് കീ. സോ ഓരോ ടേം എക്സാമും എല്ലാവരും അത്രമേൽ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. സ്കൂളിനകത്ത് എന്തായാലും ടേം എക്സാം ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് സൈലത്തിനകത്ത് ടേം എക്സാം ഉണ്ട്, സൈലം ടേം എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ മതി. മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് ഒരു വിദ്യാർത്ഥി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും ഇതെല്ലാം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫ്ലോ വളരെ സുഖമായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇതിന് പുറമെ വേറെ എന്ത് ചെയ്യണം? ഇത് മാത്രം പോരാ, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ബോർഡ് എക്സാം. ഇത് ബോർഡ് എക്സാം ആണ്.
ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് ഒരിക്കലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ കൂടെ തന്നെ മക്കളെ സ്മാർട്ട് വർക്കും കൂടി നടത്തണം. സ്മാർട്ട് വർക്കിനകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ് ടൈം ടേബിൾ. ടൈം ടേബിൾ അതായത് നമ്മൾ ഒരു ടൈം ടേബിൾ നമ്മൾക്ക് വേണ്ടി ഫിക്സ് ചെയ്യണം. ഞാൻ മക്കൾക്ക് നെക്സ്റ്റ് ഒരു ഭാവിയിൽ കാര്യം ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ തന്നെ പറയാം. നിങ്ങൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ കൂടുതൽ സമയം മാത്സിനും സയൻസിനും വേണ്ടി മാറ്റിവെക്കണം. നിർബന്ധമായിട്ടും മാത്സ് ആൻഡ് സയൻസ്, ഇതിന് വേണം നിങ്ങൾ ഈ സമയം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ. എന്തുകൊണ്ട്? വൈ? ബിക്കോസ് ഇറ്റ്സ് കോൺസെപ്ഷൻ. എല്ലാം കോൺസെപ്ഷൻ ആണ്. അത്രമേൽ കോൺസെപ്റ്റുകൾ നമുക്ക് വരുമ്പോൾ എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഒരുപാട് സമയം ആവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ കൂടുതൽ സമയം മാത്തിനും സയൻസിനും വേണ്ടി മാറ്റിവെക്കണം. എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ചെയ്ത് എല്ലാ കോൺസെപ്റ്റും തറവാക്കി മാത്രമേ ഒരു വിദ്യാർത്ഥി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അതാണ് മാത്തിന്റെയും സയൻസിന്റെയും പ്രത്യേകത. സമയം എടുക്കും. സോ ടൈം ടേബിൾ നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടൈം ടേബിളിന്റെ അകത്ത് മാത്സിനും സയൻസിനും വേണ്ടി കുറച്ച് കൂടുതൽ സമയം മാറ്റിവെക്കണം. മസ്റ്റ് ആയിട്ട് എന്താണ്? മാറ്റിവെക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈലത്തിനകത്ത് വീക്കിലി 3 days ആണ് മാത്ത് ക്ലാസ് വരുന്നത്. വീക്കിലി 3 days. ഓക്കെ, അതായത് നമ്മൾക്കറിയാം കൂടുതൽ സമയം നമ്മൾ ഈ നിമിഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മാത്സിനാണ്. കാരണം ബോർഡ് എക്സാമിന് ഏറ്റവും അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം മാത്സ് തന്നെയാണ്. മാത്സ് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത്രമേൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് സൈലത്തിനകത്ത് നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നതിലെ 7 ദിവസത്തിലെ 3 days നമ്മൾ മാത്സിനാണ്. സോ മാത്സ് തറോ ആയിട്ട് മാറും. ആൻഡ് 2 days ഫോർ സയൻസ്. ബാക്കിയുള്ള വിഷയം എന്താണ്? ബാക്കി സമയം. അതായത് ഇംഗ്ലീഷ് നമ്മളൊരു ആഡ് ഓൺ കോഴ്സ് പോലെയും അതുപോലെ തന്നെ നമുക്ക് അതായത് നമ്മളുടെ സൺഡേസിൽ നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ക്ലാസ് നൽകും. അതുപോലെ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ്സും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിയാണ്, സോഷ്യൽ ഇവിടെ വാസ്റ്റ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. സോഷ്യൽ സ്റ്റഡീസ് SST. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം, അത് നിങ്ങൾ ഇന്ന് പഠിച്ചാലും അത് നിങ്ങൾ 1 മാസം കഴിഞ്ഞ് പഠിച്ചാലും അത് നിങ്ങൾ 5 മാസം കഴിഞ്ഞ് പഠിച്ചാലും വലിയ മാറ്റമില്ല. ബിക്കോസ് അതിനകത്ത് കോൺസെപ്റ്റുകൾ അധികം വരുന്നില്ല എന്ന് കരുതി ഞാൻ പറയുന്നില്ല പഠിക്കണ്ട, ഈ സാറ് പറഞ്ഞത് പഠിക്കണ്ട, അതുകൊണ്ട് ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നില്ല. അങ്ങനെയല്ല മീനിങ്. പഠിക്കണം. നിങ്ങളത് പതുക്കെ പഠിച്ചാൽ മതി. എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി കൂടുതൽ സമയം നമുക്ക് സോഷ്യൽ സ്റ്റഡീസിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ സിലബസ് തീർക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതിനകത്ത് അധികം കോൺസെപ്റ്റുകൾ വരുന്നില്ല. കോൺസെപ്റ്റുകൾ കൂടുതൽ വരുന്നത് മാത്സിലും സയൻസിലുമാണ്. സോ നമ്മൾ ഈ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് മാത്സിനും സയൻസിനും വേണ്ടിയാണ്. ഓക്കെ, ടൈം ടേബിൾ കഴിയും. അടുത്ത കാര്യമാണ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഞാൻ പറയും ദി മോസ്റ്റ് ബിക്കോസ് കൺസിസ്റ്റൻസി. എന്താണ് അർത്ഥം? ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി എനിക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. മക്കളെ, ട്രൂലി ഞാൻ പറയുന്നു, ഏതൊരാൾ വിചാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി പറ്റും. ഒരു ആവറേജ് സ്റ്റുഡന്റ് പറയുന്നത്. ആവറേജ് സ്റ്റുഡന്റ്, വെറും ആവറേജ് സ്റ്റുഡൻസിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ നിന്നാണ്. ആർക്കും സാധിക്കും. ബട്ട് ദി മെയിൻ തിങ് ഇസ് ദാറ്റ് we should be consistent. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇന്നീവ കാണുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുമായിരിക്കും, ഓക്കെ ഞാൻ മോട്ടിവേറ്റഡ് ആണ്, ഇന്ന് പഠിക്കാം, ഞാൻ പഠിച്ചു 5 മണിക്കൂർ പഠിച്ചു, നാളെയും പഠിച്ചു 5 മണിക്കൂർ, മറ്റന്നാൾ ആകുമ്പോൾ 5 വേണ്ട 4 ആകാം, അതിനെ പറ്റി നാളാകുമ്പോൾ 3 ആയി, 2 ആയി, 1 ആയി. പഠിക്കണോ എന്നായി. പിന്നെ അതായത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ് മക്കളെ ഏറ്റവും വലിയ ഇഷ്യൂ. ഞാൻ ഒരാളുടെ കഥ പറയാം. സൈലത്തിലെ ഒരു സ്റ്റുഡന്റ് ആണ്. യുനോ, അദ്ദേഹം +2 ഫെയിൽ, 12th ഫെയിൽ. എല്ലാവരും പറയും, ഈ നിമിഷം പറയും, ഓക്കെ കാര്യമില്ല 12th ഫെയിൽ. പക്ഷെ 12th ഫെയിൽ ആയതുകൊണ്ട് ആൾക്ക് എവിടെയും സീറ്റ് കിട്ടിയില്ല. അതായത് ആള് പരീക്ഷ വിച്ച് മീൻസ് കമ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ പാസ്സായിട്ട് ആൾക്ക് എവിടെയും സീറ്റ് ലഭിച്ചില്ല. ബിക്കോസ് ആൾക്ക് വെരി ലോ മാർക്കാണ്, ഭയങ്കര മാർക്ക് കുറവാണ്. സോ ഒരു കോഴ്സിനും ആൾക്ക് സീറ്റ് ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. നീറ്റ് സൈലത്തിന്റെ ക്ലാസ് കണ്ട് അദ്ദേഹം
നീറ്റ് റിപ്പീറ്റ് ചെയ്തു. ആൻഡ് യു നോ ഹി ഈസ് വൺ ഓഫ് ദി ടോപ്പേഴ്സ് ഇൻ കേരള. അദ്ദേഹം കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പർ ആയിട്ട് മാറി. നിങ്ങൾ ആലോചിക്കുക, 12th ഫെയിൽ ആയ സ്റ്റുഡന്റ് കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പേഴ്സ് ആയിട്ട് മാറുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. വിച്ച് മീൻസ് അത് ഹാർഡ് വർക്കും അത് സ്മാർട്ട് വർക്കുമാണ്. അല്ലാതെ ആൾ ഗംഭീര പുലിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഹി ഈസ് ജസ്റ്റ് ആൻ ആവറേജ് സ്റ്റുഡന്റ്. സാധാരണ പറയാം ബിലോ ആവറേജ് സ്റ്റുഡന്റ്. ബിലോ ആവറേജ് സ്റ്റുഡന്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പേര് എഴുതുന്ന പരീക്ഷയിൽ ഒന്നായിട്ടുള്ള നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഇന്ന് പഠിക്കുന്നത് ജിപ്മറിലാണ്. അത്രമേൽ സാധിക്കും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ. ആൻഡ് യു നോ ഹി വാസ് വെരി കൺസിസ്റ്റന്റ്. ഒറ്റ ഗോൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലായിടത്തും തടയപ്പെട്ടു, എല്ലായിടത്തും അപമാനിക്കപ്പെട്ടു. എനിക്ക് ഒന്നിനും കൊള്ളില്ല എന്ന് ഞാനൊന്നിനും കൊള്ളില്ല എന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞു. പക്ഷേ വീട്ടുകാർ അവരോടൊപ്പം നിന്നു. പാരന്റ്സ് സപ്പോർട്ട് ചെയ്തു നിരന്തരമായിട്ട്. വേറെ ഒരു നിവൃത്തിയുമില്ല. അദ്ദേഹം നീറ്റ് ഗംഭീര പഠിച്ചു, ഗംഭീരമായ റാങ്കിലെത്തി. സോ മുന്നോട്ട് പോകുമ്പോൾ കൺസിസ്റ്റൻസി ഇറ്റ്സ് ദി കീ. ആൻഡ് എല്ലാവരും കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ മക്കളെ നോ ബാക്ക്ലോഗ്സ്. അടുത്ത പ്രശ്നമാണ് ബാക്ക്ലോഗ്സ് ഉണ്ടാകും. വിച്ച് മീൻസ് ഇന്ന് ഞാൻ ഇത്ര ഭാഗം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ മാത്സിനകത്തെ പോളിനോമിയൽസ്. ഞാൻ ഇന്ന് ടൈപ്സ് ഓഫ് പോളിനോമിയൽ ആൻഡ് സീറോസ് അതിന്റെ ഗ്രാഫ്സ് ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഞാൻ കുറച്ച് മൂട് മനുഷ്യനാണ് മൂട്. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെന്നാ പിന്നെ ഗ്രാഫ് നാളെ പഠിക്കാം നിങ്ങൾ മാറ്റി വെച്ചു. അത് മാറ്റി വെക്കുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ. നാളെ പഠിക്കുമോ? നാളെ പഠിക്കുന്നില്ല. നാളെ ഗ്രാഫ് പഠിക്കുക ശരിയാണ്, പക്ഷെ നമ്മൾ ബാക്കി പഠിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബാക്ക്ലോഗ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇത്ര ഭാഗം പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് വീഡിയോ ലെക്ചേഴ്സ് കാണുമ്പോൾ ലൈവായിട്ട് തന്നെ ക്ലാസ് ഉണ്ട്, ലൈവായിട്ട് കാണാതെ ഒരുപാട് പേര് നടക്കുക ഇന്ന് കാണണ്ട നാളെ കാണാം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. തെറ്റ്. ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ ക്ലാസ് കാണണം. കാരണം ഒരിക്കലും ബാക്ക്ലോഗ്സ് ഉണ്ടാക്കാൻ പാടില്ല. അതൊരു വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിട്ട് മാറും. നിങ്ങൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഹിമാലയൻ ടാസ്ക് ആയി. അതുകൊണ്ട് ഡോണ്ട് മേക്ക് ബാക്ക്ലോഗ്സ്. ആൻഡ് ദി മെയിൻ തിങ്, ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളെല്ലാവരും ടീനേജ് വിദ്യാർത്ഥികളാണ്, ടീനേജ് സ്റ്റുഡൻസ് ആണ്. സോ ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാകാം. ഞാനും ഒരു ടീനേജർ ആയിരുന്നു, നിങ്ങളും ടീനേജറാണ്. സോ ടീനേജറുടെ ഡിസ്ട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ എല്ലാവരും തന്നെ എല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റിവെച്ച് ഈ ഒരു കൊല്ലം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം. ദിസ് 1 year എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമായിരിക്കും. ആ സമയം നമ്മുടെ മൈൻഡ് എന്നാ പിന്നെ ഗസ്റ്റിനൊപ്പം കളിക്കാം എന്നായിരിക്കും. ഗസ്റ്റിനെ പോണം, കാണണം, എന്തൊക്കെയാണ് സുഖമല്ലേ അന്വേഷിക്കണം, തിരിച്ചു വന്ന് പഠിക്കണം. ഇതിന് പുറമെ മറ്റൊരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. എല്ലാ ഡിസ്ട്രാക്ഷനും എല്ലാവരും മാറ്റിവെക്കുക. ഡിസ്ട്രാക്ഷൻ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു 1 year ആയിരിക്കണം നിങ്ങൾ ഇനി ഉണ്ടാക്കേണ്ടത്. ഫോൺ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാം. അതായത് ഇൻസ്റ്റാഗ്രാം ഒരുപാട് യൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാം. യൂട്യൂബ് ഷോർട്സ് ഉണ്ട് ഡിസ്ട്രാക്ഷൻ ആയിട്ട്. നമുക്ക് പറയാൻ പറ്റും ഫേസ്ബുക്ക് ഉണ്ട്. ഇപ്പൊ പറയും ഫേസ്ബുക്ക് ഓൾഡ് ഏജ് ആൾക്കാർ ഉപയോഗിക്കുന്ന, എന്നാലും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫേസ്ബുക്കും നമ്മൾ മാറ്റിവെക്കാം. അങ്ങനത്തെ സോഷ്യൽ മീഡിയ കണക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറച്ചുകൊണ്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുക, പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുക, MCQ ചെയ്യാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുക, അറിവ് നേടാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുക. അല്ലാതെ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകരുത്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. മുന്നോട്ട് പോകുമ്പോൾ മക്കളെ കളക്ടിങ് ബുക്സ് അടുത്ത ഹോബീസാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു NCERT ബുക്ക് പോരാ. എനിക്ക് ഉറപ്പാണ് ഈ കാണുന്ന വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ഉണ്ടായിരിക്കും, സാർ NCERT ബുക്ക് പോരെങ്കിൽ നമ്മൾ വേറെ ഏത് ബുക്ക് ഫോളോ ചെയ്യാം ചോദിക്കും. സ്വാഭാവികമാണ്. ഏത് ബുക്ക് ഒക്കെ മനസ്സിലാക്കാം. നിങ്ങൾ ഒരുപാട് ബുക്ക് അല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും NCERT പ്ലസ് ഒരു ബുക്കും കൂടി ഫോളോ ചെയ്യും. NCERT പ്ലസ് 1 ബുക്ക്, ദാറ്റ്സ് ഇനഫ്. അത് ഇപ്പോൾ സൈലം ആണെങ്കിൽ ഞാൻ പറയും സൈലത്തിന്റെ ഗൈഡ് ഉണ്ട്, സൈലത്തിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അത് തന്നെ ഇറ്റ്സ് ഇനഫ്. നമ്മൾ വെറുതെ ഒരുപാട് ബുക്സ് കളക്ട് ചെയ്ത് നിങ്ങൾ വീട്ടിനകത്ത് ഒരു ലൈബ്രറി അല്ല ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ക്ലാസ് 10 CBSE ഞാൻ പഠിക്കുന്നു, വീട്ടിൽ ലൈബ്രറി സെറ്റ് ചെയ്യാം, അതല്ല വേണ്ടത്. നിങ്ങൾ മാക്സിമം ഒരു ഗൈഡ് മാത്രമേ ഫോളോ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു മക്കളെ. അവസാനമായിട്ട് പോകുന്നു റൂമേഴ്സ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഞാൻ നേരിടുന്ന പ്രതിസന്ധിയാണ് റൂമേഴ്സ്. നിരന്തരമായിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ഇത്തവണ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം 2 terms അത് കേൾക്കുന്നു, സത്യമാണോ? അങ്ങനെ ഒരുപാട് റൂമേഴ്സ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. നിങ്ങൾ ആ റൂമേഴ്സിന്
ചെവി കൊടുക്കല്ല വേണ്ടത്. ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കളയാം. നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യണ്ട. എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. എക്സാം എന്ന് വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറാണ്, നോ ഡൗട്ട്. പിന്നെ കാര്യം 2025-26 വിച്ച് മീൻസ് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആണ് CBSE 2 സെമസ്റ്റർ ആക്കി ഡിവൈഡ് ചെയ്ത്, വിച്ച് മീൻസ് 2 ബോർഡ് എക്സാം ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ഇയർ ആണെന്നാണ് ഇപ്പോൾ കിട്ടിയ നോട്ടിഫിക്കേഷൻ. സിലബസ് പ്രകാരവും അങ്ങനെ തന്നെയാണ്. സോ ആ റൂമേഴ്സിന് ഇന്ന് പ്രസക്തിയില്ല. അവിടെ എല്ലാ മക്കളും ഓരോ റൂമേഴ്സും ട്രസ്റ്റ് ചെയ്യേണ്ട. ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കളയാം. ഓക്കെ, നിങ്ങൾ പഠിക്കുക, അതാണ് ആവശ്യം. ഇതാണ് ഏതൊരു വിദ്യാർത്ഥിയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഒരുപാട് റൂമേഴ്സിനെ പറ്റി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പോയി, ഡിസ്ട്രാക്ഷൻ ടൈം പോയി, ബാക്ക്ലോഗ്സ് ടൈം പോയി. ടൈം ഒരിക്കലും തിരിച്ചു കിട്ടില്ല, ഒരിക്കലും. ഇപ്പോൾ ആലോചിക്കുന്നു 10 മാസമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ. നെക്സ്റ്റ് മന്ത് ആലോചിക്കും 9 months, ഓക്കെ. പിന്നെ ആലോചിക്കും 8 months, ഓക്കെ, 8 months is easy. പിന്നെ 5 months, 4 months, 3 months, 2 months, അച്ഛാ 1 month. സാറേ ഒന്നും പഠിച്ചില്ല, എങ്ങനെ പഠിക്കാം? ചോദിക്കാം, പാടില്ല. നമ്മൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. ഇപ്പോൾ തന്നെ ആരംഭിച്ച് നമ്മൾ ബോർഡ് എക്സാമിനെ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് നമ്മൾ ആഴ്ന്ന് ഇറങ്ങുക തന്നെ ചെയ്യും. ഫുൾ മാർക്ക് എന്ന് പറഞ്ഞ സ്വപ്നം നമ്മൾ എന്താണ് നേടി എടുക്കുക തന്നെ ചെയ്യും, നോ ഡൗട്ട്. പക്ഷേ ഇപ്പോൾ ആരംഭിക്കണം. ഇപ്പോൾ തന്നെ എല്ലാ മക്കളും പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. എന്നാലാണ് നമ്മൾക്ക് ഞാൻ ഈ പറയുന്ന ഫുൾ മാർക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അവസാനം 1 month പഠിച്ചുകൊണ്ട് ഒരിക്കലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. Okay? Because of the villain, math and science. ഈ 2 പേരുകാരെ ഞാൻ പറയുന്നു ഫുൾ കിട്ടില്ല ലാസ്റ്റ് 1 month. But right now it's a proper time. Make proper timetable and be consistent, and you can score full marks in class 1 CBSE board examination. Moving on. എങ്ങനെയാണ് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യുവർ വിഷ്. പക്ഷെ കാര്യമുണ്ട്, നിങ്ങൾ ഒരു ചാപ്റ്റർ 1 ഗോൾ പഠിച്ചു തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കരുത്. നിങ്ങൾ ഒരു ചാപ്റ്ററിനെ ഒരുപാട് ടൈനി ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ റിവിഷൻസ്. നിങ്ങൾ സെൽഫായിട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ ഇപ്പോൾ പോളിനോമിയൽസ്, മാത്സിനകത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പോളിനോമിയൽസ് ആയിരിക്കാം വിശ്വസിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് പോളിനോമിയൽ, ഇറ്റ് കംസ് ഇൻ ക്ലാസ് 9 CBSE ടൈപ്സ് ഓഫ് പോളിനോമിയൽ. എന്നാലും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ടൈപ്സ് ഓഫ് പോളിനോമിയൽ എന്നാണ് ചോദ്യം ഉണ്ടാവാറുണ്ട്. ബേസിക്സ് ഓഫ് പോളിനോമിയൽ, ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്, ഏതൊക്കെ പോളിനോമിയൽസ് ഉണ്ട്, നമുക്ക് ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക്, അങ്ങനെ പോകുന്ന എല്ലാ പോളിനോമിയൽസും. പ്ലസ് അത് നെക്സ്റ്റ് എന്താണ് ഗ്രാഫ് ഓഫ് പോളിനോമിയൽ, ഗ്രാഫ്. സോ എല്ലാ ഗ്രാഫുകളും പഠിക്കുന്നു. അതൊക്കെ എന്താണ് നീറ്റായിട്ട് നമ്മളൊരു പേപ്പറിൽ വരച്ചു വെച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ തക്കത നോട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ മക്കളും മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ആൻഡ് തേർഡിലേക്ക് പോകുമ്പോഴോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് പോകുന്നു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ്. റിലേഷൻസ്, അതാണ് മെയിൻ ടോപ്പിക് ആൻഡ് ദി ചാപ്റ്റർ. സോ ഇങ്ങനെ ഒരുപാട് സ്മോൾ ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ ആ കാണുന്നത് കൃത്യമായിട്ട് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തി തന്നെ പഠിക്കണം. എന്നാലാണ് നമുക്ക് എന്ത് റിവിഷൻ വളരെ വളരെ ഈസി ആയിട്ട് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോഴെ തന്നെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ, 1 വീക്ക് ഞാൻ മാത്തിനകത്തുള്ള 1 ചാപ്റ്റർ പഠിച്ചു തീർക്കും. 1 വീക്കിൽ ഞാൻ സയൻസിലെ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കണം. Make weekly target and assure that you achieve it. നിങ്ങൾ അത് നേടുന്ന ഉറപ്പുവരുത്തണം. അല്ലാതെ ഈ ആഴ്ച 2 മാച്ച് പോകണം, അങ്ങനെ വേണ്ട. എന്താണോ സാധിക്കുക അത് ടാർഗറ്റ് ആയിരിക്കുക, അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുക. ആൻഡ് ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഗീവ് മോർ ടൈം ടു മാത്സ് ആൻഡ് സയൻസ്. ഈ നിമിഷം ഏതൊരു വിദ്യാർത്ഥിയും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടൈം ഫിക്സ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മാത്സിനും സയൻസിനും വേണം കൂടുതൽ സമയം നൽകുവാൻ വേണ്ടി. എന്നാലും മക്കളെ എല്ലാ കോൺസെപ്റ്റും നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു വിദ്യാർത്ഥിയും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിരിക്കണം, സെൽഫ് നോട്ട് ഉണ്ടാക്കണം,
അതുപോലെ തന്നെ ക്ലാസ്സസ് നിർബന്ധമായിട്ടും കാണണം. ഇതാണ് കീ എന്ന് പറയുന്നത്. അതിന്റെ അവസാനം ദി മെയിൻ തിങ് റിവിഷൻ. സോ എല്ലാവരും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഭാഗം വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നോട്ട് ഉണ്ടാക്കുന്നു, അതിന്റെ PYQ ചെയ്യുന്നു, എക്സാം എഴുതി ടേക്ക് റെസ്റ്റ്. പിന്നെ നമ്മൾ ടേം എക്സാം അല്ലെങ്കിൽ 1 month കഴിയുമ്പോൾ കൃത്യമായിട്ട് റിവിഷനിലേക്ക് എത്തണം, റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ മക്കളെ, നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ എക്കാലവും ഉണ്ടാവും. നിങ്ങളുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിയുന്നവരെ തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് ക്ലാസ് 10 CBSE സൈലത്തിന്റെ ചാനലിനകത്ത് വന്നുകൊണ്ടേയിരിക്കും. സോ മറ്റ് അപ്ഡേറ്റ്സും മറ്റ് സ്റ്റഡി പ്ലാനുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു. ആൻഡ് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ കാണുന്ന വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യുക. യെസ് വി ക്യാൻ, നമ്മൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളോടൊപ്പം ഞങ്ങൾ നിരന്തരമായിട്ടുണ്ടാവും. നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഒന്നിച്ച് തന്നെ ഫുൾ മാർക്കിലേക്ക് നടന്നു നീങ്ങാം. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning. ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.